ഇനി അടുത്ത വരുന്നത് 2010 കെ സീരീസ് വാഗനാറാണ്. 2010 മോഡൽ LX ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വേരിയന്റ് വരുന്നത്. ഇനി അടുത്ത ഇട്ടേക്കുന്നത് 2004 വണ്ടിയാണ്. 2004 വണ്ടി. ഇത് 29 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇനി ഫീസും അടച്ച് 12-ാം മാസം റീടെസ്റ്റ് വരും. ഇനി അടുത്തത് 2009 സാൻഡ്രോ സിംഗ് ആണ്. 2009 സാൻഡ്രോ സിംഗ്. ഇത് നമ്മൾ റീടെസ്റ്റ് ചെയ്ത് പുതിയ പേപ്പറും എടുത്ത്. ഇനി അടുത്ത് വരുന്നത് 2013 മോഡൽ വാഗനാർ LX ആണ്. ഇതിൻ്റെ ഫ്രണ്ട് 2 ടയറും പുതിയ ടയറാണ്. ഇനി അടുത്തത് വരുന്നത് ഒമിനിയാണ്. ഒമിനി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് ഒമിനി. ഇത് വരുമ്പോഴത്തേക്ക് 2010 മോഡലാണ്. 2010 മോഡൽ 5 സീറ്ററാണ്. ഇത് വരുന്നത് 2008 LX ആണ്. 2008 LX. ഇത് റീടെസ്റ്റ് കഴിഞ്ഞ് കിടക്കും. 28 വരെ പേപ്പർ കിടപ്പുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. നമ്മുടെ ഇവിടെ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.10 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇനി അടുത്ത കിടക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓട്ടോമാറ്റിക്കിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കിടക്കുന്ന ഓട്ടോമാറ്റിക്കാണ്. 2014 മോഡൽ കേട്ടൻ. ഇനി അടുത്ത വരുന്നത് 2011 സ്വിഫ്റ്റ് LX. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അതിന് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അടുത്തത് വരുന്ന ഒരു ഇയോൺ മോഡലാണ്. 2014 വണ്ടിയാണ്. 2014 സിംഗിൾ ഓണർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ട്രൂ വാലിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ട്രൂ വാലിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൂ വാലി വീഡിയോ തുടരെ വരുന്നു എന്നല്ല, ഒരുപാട് വണ്ടി ട്രൂ വാലിയിലാണ് ഇഷ്ടംപോലെ വണ്ടി വന്ന് കിടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടികളാണല്ലോ നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വണ്ടികൾ എടുക്കാൻ വേണ്ടി വരുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പം 2 ട്രൂ വാലി വീഡിയോ എന്ന് ചിന്തിക്കരുത്. 2 പാർട്ടായിട്ടാണ് വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു 35 മിനിറ്റ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ, നേരിട്ടറിയാവുന്ന ചില ആൾക്കാർ ഇത്രയും വലിച്ചു നീട്ടുന്ന വീഡിയോ ഇടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ട്, വില കുറഞ്ഞ വണ്ടികളുടെ ഒരു പാർട്ടും അത്യാവശ്യം നല്ല പൈസ ആവുന്ന വണ്ടികളുടെ ഒരു പാർട്ട്, അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ വണ്ടികളാണ്. 55,000 രൂപ തൊട്ടൊക്കെ തുടങ്ങുന്ന ഒരുപാട് വണ്ടികൾ. 800 ഉണ്ട്, ഓൾട്ട ഉണ്ട്, പിന്നെ സാൻഡ്രോ, അങ്ങനെയൊക്കെയുള്ള വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്നവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികൾ, ഈ കുറഞ്ഞ വിലയുള്ള വണ്ടികളുടെ ഈ വീഡിയോ നമുക്ക് എങ്ങനെയുണ്ട്, വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. നമ്മുടെ ട്രൂ വാലി കിടക്കുന്ന ഏറ്റവും കുറഞ്ഞ 2 വണ്ടിയാണ് 800. 2002 മോഡലാണ്. 2002 മോഡൽ 2003 രജിസ്ട്രേഷൻ വരും. 28 വരെ പേപ്പർ വാലിഡിറ്റി കിടപ്പുണ്ട്. ഇത് രണ്ടും ഇട്ടേക്കുന്നത് 55 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. ഇത് എന്തോ ഓടിയിട്ടുണ്ട് ഈ വണ്ടി? ഇതൊക്കെ എന്തായാലും ഒരു ഒന്നി പുറത്തൊക്കെ ഓടിയിട്ടുണ്ടായിരിക്കും. പഴയ വണ്ടികളല്ലയോ. ഇതിൻ്റെയൊക്കെ കിലോമീറ്റർ നമുക്ക് കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. മറ്റേ ഇത് ടെസ്റ്റിന് വേണ്ടി എല്ലാം മാറ്റിയതല്ലേ? ടയറൊക്കെ ടെസ്റ്റിന് വേണ്ടി എല്ലാം മാറ്റിയത്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുക. റീടെസ്റ്റ് കഴിഞ്ഞ് നടന്ന് 28 വരെ പേപ്പർ കിടപ്പുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിച്ചാൽ 55? 55 പ്രൈസ് ഇട്ടേക്കുന്നു. ഈ 28 വരെ പേപ്പർ ഉണ്ടല്ലേ? 28 വരെ പേപ്പർ ഉണ്ട്. 4 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. അപ്പോൾ ഇതോ? അതും അതേ മോഡലാണ്. 2002 മോഡലാണ്. 2003 രജിസ്ട്രേഷൻ വരും. 28 വരെ പേപ്പർ വാലിഡിറ്റി കിടപ്പുണ്ട്. അതും മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കിലോമീറ്റർ 1 ലക്ഷം കഴിഞ്ഞോ? ഇതും ഒന്നി പുറത്തൊക്കെ ഓടിയതാണ്. കഴിഞ്ഞ 21 വർഷത്തോളം പഴക്കമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്ലാസ് അങ്ങനെയൊന്നും റീപ്ലേസ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ടയർ ഫ്രണ്ട് 2 നല്ല ടയർ. ബാക്കിലുള്ള ആവറേജ് ടയർ വരുന്നത്. അടുത്തത് വരുന്നത് 2004 മോഡലാണ്. 2004 മോഡൽ. ഇത് 26 വരെ പേപ്പർ കിടപ്പുണ്ട്. 12-ാം മാസം ടാക്സ് തീരും. ഇത് 12-ാം മാസം ടാക്സ് തീർന്നു കഴിഞ്ഞാൽ, ടാക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 29 വരെ ടാക്സ് കിട്ടും. 26 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇത് സെയിം പ്രൈസ് ഇട്ടേക്കുന്നത്. 55 രൂപ പ്രൈസ് ഇട്ടേക്കുന്നത്. 55,000. 2004 മോഡൽ കാർബേറ്റർ വണ്ടിയാണ്. ഇതാകുമ്പോൾ ബാക്കിൽ 2 ടയറും പുതിയതാണ്. നമ്മൾ കണ്ട ആദ്യത്തെ 2 കാർബേറ്റർ ആയിരുന്നു. കാർബേറ്റർ വണ്ടിയാണ്. ഇത് ഫ്രണ്ട് ടയർ മോശമാണല്ലോ. ഫ്രണ്ട് ടയർ മോശം, പക്ഷെ ബാക്കിൽ ഇട്ടേക്കുന്നത് 2 ടയറും പുതിയതാണ്. പുത്തൻ ടയർ ബാക്കിൽ 2 ഇട്ടേക്കുന്നത്. ഇതിന്റെ ടെസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇതിന്റെ ടെസ്റ്റ് 26 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ടാക്സി ഈ വർഷം 12-ാം മാസം തീരും. ഇനി അടുത്ത് വരുന്നത് 2006 മോഡൽ ആൾട്ടോ സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് 2006 മോഡൽ
26 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇത് നമ്മളിവിടെ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 65 രൂപയാണ്. 65. 65 രൂപയാണ്. പിന്നെ അത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ബമ്പറൊക്കെ പെയിൻറ്റ് ചെയ്ത് ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് ഈ കണ്ടീഷനിലെല്ലാം നമ്മൾ വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ. ഇതിന് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ടോ? ഇതിനും മേജർ ആക്സിഡൻ്റോ കാര്യം അതിൻ്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ്. മൊത്തം മാറിയതാണോ അതോ ഗ്ലാസ് മാത്രം മാറിയത്? ബാക്ക് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഗ്ലാസ് 14 ഗ്ലാസ്സാണ് കിടക്കുന്നത് ബാക്കിൽ. ബാക്കിൽ 2014 ഗ്ലാസ്സാണ് കിടക്കുന്നത്. 2014 ഗ്ലാസ്. ഡിക്കി ഒന്നും മാറിയിട്ടില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതെന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഇത് 1.21 ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം പഴയ വണ്ടിയല്ലേ, 2006 വണ്ടിയാണ്. ഈ പേപ്പറൊക്കെ അപ്പം ഇനി എത്ര ഉണ്ട്? പേപ്പർ 2026 വരെ പേപ്പറുണ്ട്. 26 വരെ പേപ്പർ ടാക്സ് ഇൻഷുറൻസ് അല്ല ടാക്സ് വാലിഡിറ്റി കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഞാൻ പറഞ്ഞാൽ ഗ്ലാസ് മാത്രം. അല്ലാതെ ഫ്രണ്ട് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് തട്ടിയിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്തത് 2000 മോഡൽ സെന്നാണ്. സെന്ന് 2000 മോഡൽ വണ്ടി. ഇത് 55 രൂപ പ്രൈസ് ഇട്ടേക്കുന്നു. പിന്നെ ഇതിനകത്ത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വർക്കെല്ലാം ചെയ്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് തരും. 55 രൂപയെന്ന് പിന്നും താഴും. പിന്നും താഴും. ഓക്കെ. ഇത് ടെസ്റ്റ് അടുത്ത വർഷം എന്നല്ലേ പറഞ്ഞത്? ടെസ്റ്റ് അടുത്ത വർഷം. പക്ഷേ ടെസ്റ്റിൻ്റെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് തരാം. പോളിഷിങ് എല്ലാം ചെയ്ത് ഈ ബമ്പർ സ്ക്രാച്ച് ഉള്ളിടത്തെല്ലാം പെയിൻ്റൊക്കെ ചെയ്ത് വണ്ടി അത്യാവശ്യം വൃത്തിയാക്കി തരാം. ഈ ടയറോ? ടയറ് ഫ്രണ്ട് ടയർ മുട്ടയാണ്, അതാണ് ചോദിച്ചത്. ടയർ നമ്മൾ ഈ കണ്ടീഷനിലാണ് എടുക്കുന്നത്. ബാക്കും അത്ര അങ്ങോട്ട് പോരാ. അല്ല ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഇതിപ്പം ഈ 55 രൂപയിൽ വില 55 വണ്ടിയുടെ വർക്കെല്ലാം ചെയ്ത് കൊടുക്കും. ടയറൊക്കെ അതെ, ടയറൊക്കെ ആ കണ്ടീഷനിലായിരിക്കും. അപ്പൊ റേറ്റിൽ ചെറിയ വ്യത്യാസം വരും. റേറ്റിൽ ചെറിയ വ്യത്യാസം. AC ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമല്ലോ? AC ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ? എഞ്ചിൻ സൈഡിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാം നോക്കിയിട്ടൊക്കെ ഒക്കെയാണ്. ഇനി അടുത്തത് 2004 മോഡൽ ആൾട്ടോ ആണ്. ഇത് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. ഈ 75 രൂപയ്ക്കകത്ത് നമ്മൾ റീടെസ്റ്റിംഗ് ചെയ്ത് പേര് മാറി കൊടുക്കും. ആരുടെ പേരിലോട്ടാണ് എടുക്കുന്നത് അവരുടെ പേരിലോട്ട് മാറി റീടെസ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. പുതിയ പേപ്പറും എടുത്ത് ടാക്സും എടുത്ത് കൊടുക്കും. വണ്ടി വർക്കെല്ലാം ചെയ്ത് 2004 മോഡൽ വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അത് 95,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ജെന്യൂൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ. ഇത് ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. അത്യാവശ്യം ടയർ വലിയ മോശമല്ലാത്തൊരു ടയറുണ്ട്, കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ടെസ്റ്റിന്റെ വർക്കെല്ലാം ചെയ്ത് പേപ്പറും എടുത്ത് ടെസ്റ്റും ചെയ്ത് കൊടുക്കും. ഈ 75-നകത്ത് തന്നെ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? റീപ്ലേസ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. ഇത് അടുത്ത വരുമ്പോഴേ 2009 ആൾട്ടോ LX ആണ്. 2009 ഈ വർഷം റീടെസ്റ്റ് വരും. ഈ റീടെസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ റീടെസ്റ്റിനുള്ള ചെറിയ വർക്കെല്ലാം ചെയ്ത് കൊടുക്കും. ഈ പെയിൻറ്റിങ് ആയാലും അതെല്ലാം വർക്കെല്ലാം ചെയ്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി അത്യാവശ്യം നീറ്റാക്കി കൊടുക്കും. എത്ര ചോദ്യം? ഇത് പ്രൈസ് ഇട്ടേക്കുന്ന 85 രൂപ. ഈ 85 രൂപയ്ക്കകത്ത് തന്നെ നമ്മൾ വർക്കെല്ലാം ചെയ്ത് കൊടുക്കും. പിന്നെ അതിനകത്ത് ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ടയറൊക്കെ ആവറേജ് ഉണ്ട്. ഈ സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കും. സ്ക്രാച്ചസ് ഈ ബമ്പറിൻ്റെ അവിടെയുള്ള സ്ക്രാച്ച് എല്ലാം പെയിൻറ്റ് ചെയ്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കി കൊടുക്കും. ഇത് LX ആണ്. ഇത് LX ആണ്. LXi അല്ല, LX AC മാത്രം. പവർ സ്റ്റിയറിംഗ് വരത്തില്ല. അത്യാവശ്യം കുറച്ച് പെയിന്റിംഗ് വർക്കിനുള്ള വകുപ്പ് ഉണ്ടല്ലേ? കുറച്ച് പെയിന്റിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത ഇട്ടേക്കുന്നത് 2004 വണ്ടിയാണ്. 2004 വണ്ടി. ഇത് 29 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇനി ഫീസും അടച്ച് 12-ാം മാസം റീടെസ്റ്റ് വരും. ഈ വർഷം? ഈ വർഷം 12-ാം മാസം റീടെസ്റ്റ് വരും. എന്നാൽ ടാക്സ് കിടപ്പുണ്ട്. 29 വരെ ടാക്സ് കിടപ്പുണ്ട്. ഇത് റീടെസ്റ്റ് ചെയ്താൽ മതി. ആ റീടെസ്റ്റിൻ്റെ ഫീസും അടച്ച് വണ്ടി അത്യാവശ്യം പെയിൻറ്റിങ്ങും ടച്ച് ആൻഡ് പോളിഷൊക്കെ നമ്മൾ തന്നെ ചെയ്തു തരും. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? ഇതിൻ്റെ കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഇത് 91,000 കിലോമീറ്റർ. 91. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. അത്യാവശ്യം വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടി. വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതെ. ടയർ കണ്ടീഷൻ? ടയറും ആവറേജ് ഉണ്ട്. ടയർ ഇപ്പോൾ എടുത്താലും ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വണ്ടിയിൽ പക്ഷെ അധികം അങ്ങ് ടച്ച് പോളിഷിനുള്ള പരിപാടിക്ക് വലുതായിട്ടില്ല. അത്യാവശ്യം നല്ല ഒരു ബോഡി ഷേപ്പ് ഉണ്ട് വണ്ടി. ബോഡി ക്വാളിറ്റി ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 95? ഇത് 75 രൂപ. 75. 91,000 കിലോമീറ്റർ ഓടിയെന്നാണ് പറഞ്ഞത്. ഇത് 2006 വണ്ടിയാണ്. 2006 LXi ആണ്. 26 വരെ പേപ്പർ വാലിഡിറ്റി കിടപ്പുണ്ട്. AC പവർ സ്റ്റിയറിങ് എല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ.
ഓടിയിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് നോക്കാം. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഇത് 1.7 ഓടിയിട്ടുണ്ട്. 1.7 1 ലക്ഷം കഴിഞ്ഞു. ടയറും പുതിയ ടയറാണ്. പുതിയ ടയറാണ്. ടെസ്റ്റ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞാണോ? ടെസ്റ്റ് 2021 കഴിഞ്ഞ. 21 26 വരെ വാലിഡിറ്റി കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് അതിന്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഗ്ലാസ് മാത്രമാണോ അതോ ഡിക്കി ഫുള്ളായിട്ടാണോ? ഡിക്കി ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഇല്ല, ഗ്ലാസ് മാത്രം. വണ്ടിക്ക് അല്ലാതെ കാണാൻ വേറെ അപാകതകളൊന്നും കാണുന്നില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഡിക്കി മാറിയിട്ടൊന്നുമില്ല. ഇല്ല, ഗ്ലാസ് മാത്രം. എത്ര ചോദിച്ചേ? നമ്മൾ 90 പ്രൈസ് ഇട്ടേക്കുന്നത്. 90 പ്രൈസിന് ചെറിയ സ്ക്രാച്ചും ആണല്ലേ? ആസ്കിങ് പ്രൈസ് ആണ്. അതിനകത്ത് ഈ ബമ്പറിൻ്റെ അവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ട്. അതല്ല ഈ നേരത്തെ പറഞ്ഞ പെയിൻ്റൊക്കെ ചെയ്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത്. ഇനി അടുത്തത് 2009 സാൻഡ്രോ സിംഗ് ആണ്. 2009 സാൻഡ്രോ സിംഗ്. ഇത് നമ്മൾ റീടെസ്റ്റും ചെയ്ത് പുതിയ പേപ്പറും എടുത്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് 1.35 കൊടുക്കും. 1.35 അത് പേര് മാറി ടാക്സും എടുത്ത് ടെസ്റ്റും ചെയ്ത് കൊടുക്കും. ടയറൊക്കെ കൊള്ളാം, നല്ല ടയറാണ്. വണ്ടിക്കകം വലിയ വൃത്തികളൊന്നുമില്ല, വൃത്തിയുണ്ട്, കൊള്ളാം. വണ്ടിക്കകവും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. യാതൊരു വേറെ കുഴപ്പങ്ങളും കാണുന്നില്ല. സർവീസ് ചെയ്തിട്ടേക്കാണോ വണ്ടിയെല്ലാം? സർവീസ് ചെയ്ത് ടെസ്റ്റിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടേക്കുന്നത്. പോളിഷിങ് കൂടെ ഉണ്ട്. പോളിഷൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കി തരത്തുള്ളൂ. 4 ടയേഴ്സും മാറിയായിരുന്നോ? 4 ടയേഴ്സും കിടപ്പുണ്ട്. ഓൾറെഡി കിടക്കുന്നതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1.35 തന്നെ ടെസ്റ്റും ചെയ്ത് ടാക്സും എടുത്ത് പുതിയ പേപ്പർ എടുത്ത് തരും. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഇനി അടുത്തത് വരുന്ന ഒമിനിയാണ്. ഒമിനി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് ഒമിനി. ഇത് വരുമ്പോഴത്തേക്ക് 2010 മോഡലാണ്. 2010 മോഡൽ 5 സീറ്ററാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഒക്കെ റീപ്ലേസാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസാണ്. അഫ്രോൺ സൈഡും കാര്യങ്ങളൊക്കെ? അഫ്രോൺ സൈഡ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഇല്ല. ചെറിയ ഈ ഒമിനിയുടെ പ്രത്യേകം ചെറിയൊരു തട്ടുകെട്ടിൽ ഗ്ലാസും ഫ്രണ്ട് ഇടിച്ച് കയറും. ഫ്രണ്ടിലോട്ടില്ലല്ലോ. ഇത് ചെറിയ വർക്കും കാര്യങ്ങളുണ്ട്, ചെറിയ പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ചെറിയ പെയിന്റിംഗ് എല്ലാം ചെയ്ത് അത്യാവശ്യം വണ്ടി നീറ്റാക്കി പ്രൈസ് ഇട്ടേക്കുന്നത് 1.15 പ്രൈസ് ഇട്ടേക്കുന്നത്. ടയർ ആവറേജ് കൂടുതലുണ്ട്. വണ്ടിയിൽ പെയിന്റിംഗ് വർക്കുകളുണ്ട്. പെയിന്റിംഗ് വർക്കുകളുണ്ട്. പെയിന്റിംഗ് എല്ലാം നമ്മൾ തന്നെ ചെയ്ത് തരാം. നമ്മൾ തന്നെ ചെയ്ത് പെയിന്റിംഗ് എല്ലാം ചെയ്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി അത്യാവശ്യം വൃത്തിയാക്കി തരാം. എത്ര ചോദിച്ചേ? ഇത് 1.15 പ്രൈസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് വരും. ഈ ഡിസ്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്? അതെ. ഈ പെയിന്റിന്റെ പരിപാടിയൊക്കെ ഈ പറയുന്ന പ്രൈസിനകത്ത് ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ടും വരും. പിന്നെ അതിനകത്ത് ചെറിയ പെയിന്റിംഗ് വർക്കും വാഷിംഗ് പോളിഷിംഗ് എല്ലാം ഇതിനകത്ത് വരുന്നത്. അല്ല, സെപ്പറേറ്റ് പേയ്മെന്റ് ആവത്തില്ല. ഈ പറയുന്നതിനകത്ത് സെപ്പറേറ്റ് പേയ്മെന്റ് വരത്തില്ല വണ്ടി വർക്ക് ചെയ്യുമ്പോൾ. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയർ. 4 ടയർ അത്യാവശ്യം കിടപ്പുണ്ട്. എത്ര ചോദിച്ചേ? 1.15. ഏത് വർഷമായിരുന്നു? 2010 മോഡൽ. അപ്പൊ ഇതിന്റെ പേപ്പർ ഇനി 1 വർഷം കൂടെ ഉണ്ട്. 1 വർഷം കൂടെ. ഇനി അടുത്ത് വരുന്നത് 2008 LXi. 2008 LXi. ഇത് റീടെസ്റ്റ് കഴിഞ്ഞ് കിടക്കും. 28 വരെ പേപ്പർ കിടപ്പുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. നമ്മുടെ ഇവിടെ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.10 പ്രൈസ് ഇട്ടേക്കുന്നത്. 1.10. അതെ. എന്തോ ഓടി കിലോമീറ്റർ വരുമ്പം എന്തുവല്ലോ ഈ പഴയ വണ്ടിയൊക്കെ എന്തുവല്ലോ ഒരു 1 പുറത്തൊക്കെ ഓടിയിട്ടുള്ളതായിരിക്കും. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. ഇന്ത്യയിലെല്ലാം 1.13 ഓടിയിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയർ. അപ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊന്നുമില്ല, നോർമൽ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. കമ്പനി സീറ്റ് തന്നെ. അത് സീറ്റ് കവറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയാവും. അല്ല, വണ്ടിക്ക് അകം കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഈ പെയിന്റ് പോയതൊക്കെ നമ്മൾ തന്നെ അടിച്ചു തരും. ഈ പെയിന്റ് ചെയ്ത് പോയതൊക്കെ നമ്മൾ തന്നെ വർക്ക് എല്ലാം ചെയ്തു തരും. സെപ്പറേറ്റ് പേയ്മെന്റും കാര്യങ്ങളൊന്നും ആവത്തില്ല. എത്ര ചോദ്യം? എത്ര? ഇത് 1.10. 11 ആൾട്ടോ LXi. ഇത് LXi വണ്ടി 2011 മോഡൽ. 1.65 പ്രൈസ് വരും. ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. പവർ വിൻഡോ ഇല്ല. പവർ വിൻഡോ വരത്തില്ല. ആൾട്ടോ LXiയിൽ പവർ വിൻഡോ വരത്തില്ല. പക്ഷേ ഈ വണ്ടി നേരത്തെ കണ്ട വണ്ടിയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ല വണ്ടി. ഇതാകുമ്പോൾ കുറച്ച് പെയിന്റിങ് വർക്കുണ്ട്. ബമ്പറൊക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ചു തരാം. വർക്കെല്ലാം ചെയ്തിട്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരാം. സ്റ്റീരിയും കാര്യമൊക്കെ ഇരിപ്പുണ്ട്. സ്റ്റീരിയും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അകമൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ടയർ ആവറേജ് ടയറുണ്ട്. ബാക്ക് പുതിയ ടയറാണ് കിടക്കുന്നത്. വണ്ടിക്കകത്ത് സീറ്റർ കാര്യങ്ങളൊക്കെ ഇട്ട്
ഈ സീറ്റ് കവർ ഒരു നല്ല സീറ്റ് കവർ ഇട്ടാൽ തന്നെ വണ്ടിക്കാൻ കാണാൻ ഒരു വൃത്തി. അതെ അതെ, സീറ്റ് കവർ ഒരുവിധം നല്ല സീറ്റ് കവർ ആണെങ്കിൽ ഇന്റീരിയർ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. അതെ അതെ. എത്ര ചോദ്യം? ഇത് പ്രൈസ് ഇട്ടേക്കുന്നത് 1.65. 1.65. ഈ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോസിയേറ്റ് ഉള്ളതല്ലേ? അതെ അതെ അതെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. ഇനി അടുത്തത് 2011 മോഡൽ കേട്ടനാണ്. കേട്ടൻ സിംഗിൾ ഓണർ വണ്ടി, VXi 2011 മോഡൽ VXi 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. VXi എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, പിന്നെ ഫോഗ് ലാമ്പ് കൂടെ വരുന്നുണ്ട്. വണ്ടിക്കാകോ ഒക്കെ കൊള്ളാം. വണ്ടിയിൽ വാഷിങ്ങും പോളിഷിങ്ങും ഉണ്ട്. പെയിന്റിങ് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടതേ ഉള്ളൂ. വണ്ടിക്കകം നല്ല വൃത്തിയുണ്ട്. ടയറും ആവറേജ് കൂടുതലുണ്ട്. ഒരു 10,000 കിലോമീറ്ററിനകത്ത് വെച്ച് ഓടാനുള്ള ടയറുണ്ട്. പെയിന്റിങ് വർക്കാണ് നല്ലപോലെ ഉള്ളത്. അത് എനിക്ക് പെയിന്റിങ് വർക്ക് നമ്മൾ ചെയ്തതാണ്. ഈ ഇത് നമ്മൾ മൊത്തം ഈ മഴയൊക്കെ ആയതുകൊണ്ട് പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നതാണ്. ഈ ഓണം കഴിഞ്ഞുകൊണ്ട് കുറെ വണ്ടികളൊക്കെ കയറിയുണ്ട്. ഇത് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അതാ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ ഈ കണ്ടീഷൻ നോക്കണ്ട, നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2011 കേട്ടൻ VXi വരുമ്പോഴത്തേക്ക് 1.85 നമ്മുടെ ഷോറൂം പ്രൈസ് ഇട്ടേക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരും. 2013 അതേ പ്രൈസിൽ തന്നെ നമുക്ക് 2013 VXi കിടപ്പുണ്ട്. നമുക്ക് അതേ പ്രൈസിനകത്ത് തന്നെ 2013 വണ്ടി കിടപ്പുണ്ട്. 13 വണ്ടി 1.85 പ്രൈസ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 1.5 വരെ ഫിനാൻസ് ഇട്ട് തരാം. 1.5 വരെ ഫിനാൻസ് ഇട്ട് തരാം. ഒരു 10-35 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. എത്ര ഓടിയിട്ടുണ്ട് ഈ വണ്ടി? കിലോമീറ്റർ ഒന്നി പുറത്ത് ഓടിയിട്ടുണ്ട്. അതാണ് ആ ഒരു പ്രൈസിൽ വ്യത്യാസം വരുന്നത്. അതാണ് ഇത്രയും കുറഞ്ഞത് അല്ലേ? ഇത് നമുക്കൊരു 1.50 1.60 വരെ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഇതും AC പവർ സ്റ്റിയറിംഗ്, ഇത് അതേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളില്ല എന്നുള്ളതാണ്. സീറ്റ് കവർ ഇല്ലെങ്കിലും സീറ്റ് ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ഒന്നീ പുറത്ത് ഓടിയിട്ടുണ്ടെങ്കിലും വലിയതായിട്ട് അലന്നിട്ടില്ല. അതെ, അത് കണ്ടിട്ട് എനിക്കും തോന്നി. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദിച്ചേ? ഇത് 1.85 അതേ പ്രൈസ് തന്നെ. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം ലോണും കയറും. അപ്പം നമുക്കിപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഡൗൺ പേയ്മെന്റ് ഇറക്കേണ്ട വണ്ടിയൊക്കെ ആണെങ്കിൽ, കസ്റ്റമർക്ക് ആണെങ്കിൽ ഇത് ഇറക്കാം. എത്ര ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ്? ഇതൊക്കെ ആകുമ്പോൾ മാക്സിമം ഒരു 30 രൂപയ്ക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. 30 രൂപ? 30 രൂപയ്ക്ക് ഇറക്കി കഴിഞ്ഞാലേ അടവ് എങ്ങനെ വരും? നമുക്കൊരു 1.5 ലോൺ ഇടുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-600 ഒക്കെ വെച്ച് 36 മാസം അടവ് വരും, 3 വർഷത്തേക്ക്. എത്ര അടവ് എങ്ങനെ? ഒരു മാസം ഒരു മാസം ഒരു 5-500 ആ റേഞ്ച് അടവ് വരും. 5-500 5-600. ഇനി അടുത്ത് വരുന്നത് 2015 മോഡൽ. 2015 മോഡൽ 2.65 പ്രൈസ് വരും. ഇത് ചെറിയ വർക്ക്, പെയിന്റിങ് വർക്കൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തിട്ടാ പ്രൈസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ചെറിയ എന്തെങ്കിലും വേരിയേഷൻ വരും. ഇത് ആൾട്ടോ 800 LXi AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നത്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന്റെ സീറ്റ് കവറൊക്കെ അത്യാവശ്യം മോശമാണല്ലോ ഈ സൈഡ്. അതിന്റെ സീറ്റ് കവർ അത്യാവശ്യം മോശം. സീറ്റ് കവറാണ് ഈ ചില വണ്ടിക്കകത്ത് ഇന്റീരിയർ മോശമായിട്ട് തോന്നുന്നത് നമുക്ക്. ടയർ കണ്ടീഷൻ, ടയറൊക്കെ ആവറേജ് ഉണ്ട്. എന്തായാലും ഒരു 10-15,000 കിലോമീറ്റർ ഓടും. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്? ഇല്ല, വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തു തരും. അല്ലാതെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. 2.65 2.65 പ്രൈസ് ഇട്ടേക്കുന്നത്. എത്ര നമുക്ക് തുടക്കമായിട്ട് ഇറക്കാൻ പറ്റും? നമുക്ക് കഴിഞ്ഞാൽ ഒരു 65 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. മാക്സിമം ഒരു 2 രൂപ വരെ ഫിനാൻസ് ഇട്ട് തരാം. 2 രൂപ വരെ ഫിനാൻസ്. ഓക്കെ, 5 വർഷം കിട്ടുമോ? ഇത് 2015 അല്ലേ, അപ്രൂവൽ എടുത്ത് നമുക്ക് 5 വർഷം വരെ ഇട്ട് തരാം. ഇനി അടുത്ത വരുന്നത് 2010 K സീരീസ് വാഗനാറാണ്. 2010 മോഡൽ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നത്. കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളത് 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ടയറും അത്യാവശ്യം എല്ലാം ആവറേജ് കൂടുതലുണ്ട്. പിന്നെ ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പ്രൈസ് ഇട്ടേക്കുന്നത് 2.5 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇത് ഏത് വർഷം വണ്ടി? ഇത് 2010 വണ്ടി. 2010 വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ള? 2010 നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കാം. അത് കിലോമീറ്റർ ജെന്യൂൻ ആണെന്നാണ് തോന്നുന്നത്. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ വണ്ടി. അത് സെക്കൻഡ് ഓണർ അല്ല. ഇത്ര 19 പറഞ്ഞേ? 2010 വണ്ടി. അതല്ല, 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ. ഞാൻ കിലോമീറ്റർ വേറെ കേട്ടോ. നമുക്ക് എല്ലാ വണ്ടിയും നമ്മുടെ സുസുക്കിയുടെ വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററി എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. കിലോമീറ്റർ മറിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ 10 വണ്ടി ആകുമ്പോൾ ഇതിന് ലോൺ കിട്ടത്തില്ലല്ലോ? 2010 ആകുമ്പോഴത്തേക്ക് ലോൺ കിട്ടത്തില്ല. 2010 ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റിന്റെ ഡേറ്റും കൂടെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. കിട്ടത്തില്ല എന്നല്ല, പാടാണ്. പാടാണ്. അടവ് കൂടുതലായിരിക്കും. കാരണം മാസം കുറച്ചേ കിട്ടത്തുള്ളൂ. ഫണ്ടിങ് കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പൊ അടവും കൂടും. അടവും കൂടും, ഡൗൺ പേയ്മെന്റും കൂടും.
ഇനി അടുത്ത് വരുമ്പോൾ ഇത് 2015 മോഡൽ, 2015 മോഡൽ ആൾട്ടോ 800 ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 245 പ്രൈസ് ഇട്ടേക്കുന്നത്. എന്തോ ഓടി? ഇത് കിലോമീറ്റർ 72,000 സംതിങ് ഓടിയിട്ടുണ്ട്. 72. ഈ വണ്ടി 2015 മോഡൽ ആൾട്ടോ 800, 72,000 കിലോമീറ്റർ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 245 പ്രൈസ് ഇട്ടേക്കുന്നത്. 242. ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സ്. ടയറൊക്കെ ആവറേജ് ടയറാ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. അല്ല വന്ന് വീണേ ബോണറ്റ് മാറാത്തോണ്ട് നമുക്ക് ഇടിച്ചാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ബോണറ്റ് മാറാത്തോണ്ട് നമുക്ക് ഇടിച്ചാന്ന് പറയാൻ പറ്റില്ല. കാരണം ബോണറ്റ് ഇടിക്കാൻ ഫ്രണ്ട് തൊട്ടുമ്പോൾ എന്തായാലും ബോണറ്റ് റീപ്ലേസ് ആയിരിക്കുമല്ലോ. എന്നാൽ ആൾട്ടോ 800 ഒക്കെ ഇല്ല. ഇത് ബോണറ്റ് മാറിയിട്ടോ റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, അല്ല ബോണറ്റും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പുറം സൈഡൊന്നും ഇല്ല, അപ്പുറമൊന്നും കുഴപ്പമൊന്നുമില്ല. അകത്തോട്ടില്ല. അപ്പോൾ വേറെ വല്ലതും വന്ന് വീണതാണ്. എന്തെങ്കിലും വന്ന് വീണതായിരിക്കും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എത്ര ചോദിച്ചേ? 245 പ്രൈസ് ഇട്ടേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. ആസ്കിംഗ് പ്രൈസ്. ഇനി അടുത്ത് വരുന്നത് 2013 മോഡൽ വാഗനാർ LXI ആണ്. ഇതിൻ്റെ ഫ്രണ്ട് 2 ടയറും പുതിയ ടയറാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നുമില്ല. 2013 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊന്നുമില്ല. ഇനി വണ്ടി വന്നതേ ഉള്ളൂ. വണ്ടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് നമ്മൾ ടയർ ബാക്ക് ടയർ ആവറേജ് ടയർ ഉണ്ട് കേട്ടോ. ഏതാ? ബാക്ക് ടയറും ആവറേജ് ഉണ്ട്. ബാക്ക് ടയറും ആവറേജ് ഉണ്ട്. ഫ്രണ്ട് കിടക്കുന്ന 2 പുതിയ ടയറാണ്. പുതിയ ടയറാണ്. പിന്നെ പെയിൻറ്റിങ് വർക്ക് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്ത് തരും. ചെയ്തെല്ലാം 285 പ്രൈസ് ഇട്ടേക്കുന്നു. 285. അതെ. എന്തെങ്കിലും കുറയുമോ? അതെ, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ചെയ്യാൻ പറ്റും. ഇത് ഈ കണ്ടീഷനിലല്ല നമ്മൾ വില ഇട്ടേക്കുന്നത്. ഇനി ഇതെടുത്ത് വർക്കെല്ലാം ചെയ്ത് കസ്റ്റമർക്ക് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ചെറിയ അടിപിടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറയാം. എല്ലാം ചെയ്ത് 285 ആകുമ്പോൾ ആദ്യം എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്കൊരു 2013 ആകുമ്പോൾ ഒരു 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. 85 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 85 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇനി അടുത്ത് കിടക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓട്ടോമാറ്റിക്കിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കിടക്കുന്ന ഓട്ടോമാറ്റിക്കാണ്. 2014 മോഡൽ കേട്ടൻ, 2014 വണ്ടി, 15 രജിസ്ട്രേഷൻ വരും. ഓട്ടോമാറ്റിക്കാണ്. DXI ആണ്. സെക്കൻഡ് ഓണർ, 64,000 കിലോമീറ്റർ. 64. ഇതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത് 290 ചെറിയ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്ത് വണ്ടി വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുക്കും. ഇത് നമുക്കൊരു 50-60 രൂപയൊക്കെ ഇറങ്ങി കൂടെ? ഇത് നമുക്കൊരു 50-60 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. മതിയല്ലോ. പിന്നെ നമ്മൾ ഈ 50-60 ഒക്കെ പറയുന്നെങ്കിൽ കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫിനാൻസുകാർ മാക്സിമം ലോൺ അപ്രൂവൽ ആക്കി കൊടുക്കത്തുള്ളൂ. മിനിമം നമുക്കൊരു 50-60 രൂപയെങ്കിലും കൈ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. സിവിൽ സ്കോർ നോക്കുന്നെങ്കിലും ഈ ട്രാക്ക് നോക്കും അവർ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പെൻഡിങ്ങോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഫിനാൻസ് അപ്രൂവൽ ആവും. ഇനി അടുത്ത് വരുന്നത് 2011 സ്വിഫ്റ്റ് LXI. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അല്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബമ്പറും ബോണറ്റും ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. 2011 സ്വിഫ്റ്റ് LXI സിംഗിൾ ഓണർ വണ്ടി, 75,000 കിലോമീറ്റർ. 75 കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. സീറ്റാറ് കാര്യങ്ങളില്ല, പക്ഷെ വണ്ടിക്ക് അകത്തൊക്കെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ടയറും എല്ലാം ആവറേജ് കൂടുതലുണ്ട്. വണ്ടി ഇപ്പോൾ കിടക്കണ വൃത്തി നോക്കണ്ട കേട്ടോ. റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം പൊടി കാര്യങ്ങളായിട്ട് കിടക്കുക. ഇത് നമുക്ക് ലോൺ കിട്ടുമല്ലോ. ഇത് നമുക്കൊരു 180 വരെയൊക്കെ ലോൺ കിട്ടും. ഇനി അടുത്തത് വരുന്ന ഒരു ഇയോൺ മോഡലാണ്. 2014 വണ്ടിയാണ്. 2014 സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇതിവിടെ പ്രൈസ് ഇട്ടേക്കുന്നത് 220 ആണ്. 220-നകത്ത് വർക്കെല്ലാം ചെയ്ത് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വണ്ടി വൃത്തിയാക്കി തരും. വെറും 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. മാഗ്ന പ്ലസ് ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി ഇമ്പിൾഡ് സ്റ്റീരിയോ എല്ലാം വരുന്നതാണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ് ഒന്നുമില്ല. മൈലേജ് ഒരു 18 ഒക്കെ എന്തായാലും കിട്ടും. 2 ഡോർ പവർ വിൻഡോ ആണോ 4 ഡോർ ആണോ? 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് വരുന്നു. പിന്നെ കമ്പനി ഇമ്പിൾഡ് സ്റ്റീരിയോയും വരും. സെക്കൻഡ് ടയർ കിടക്കുന്നത്. പക്ഷേ ടയർ ഇനി ഓടാനുള്ളതുണ്ട്. പിന്നെ ബമ്പറിനകത്ത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പെയിന്റ് ചെയ്ത്
വണ്ടി വൃത്തിയാക്കി തരും. വണ്ടി വേറെ ഓട്ടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്, മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 220 പ്രൈസ് ഇട്ടേക്കും. 220 എന്ന് പറഞ്ഞാൽ വർക്കൊക്കെ ഉണ്ട്, വർക്കെല്ലാം ചെയ്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരത്തുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. പറയുന്ന എക്സിക്യൂട്ടീവ് വരെ തളർന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്ന നിങ്ങളേവർക്കും വണ്ടികളെല്ലാം ഉതകുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കമൻസും കൂടിയൊക്കെ, അത് കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും കമൻസ് എനിക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമൻസും കൂടി ഇടുക. പിന്നെ ഈ ചിലവല സംസാരിക്കരുതെന്ന് ചില ചേട്ടന്മാർ പറയുന്നുണ്ടെങ്കിലും അത് ചില സീനുകളിൽ ചില കാര്യങ്ങൾ പറയാൻ വെച്ച് വലിഞ്ഞ് നീണ്ടു പോകുന്നതാണ്, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.